കേരളത്തിലെ KSRTCയുടെ പ്രിയദർശിനി ബസ്സുകൾ കള്ളന്മാരുടെ വിഹാര കേന്ദ്രമാവുകയാണ്. സൗജന്യ യാത്ര കണക്കിലെടുത്ത് വലിയ തോതിൽ സ്ത്രീകൾ KSRTC ഓർഡിനറി ബസ്സുകളിലേക്ക് ഒഴുകിയെത്തിയത് തിക്കും തിരക്കും കൂടാൻ കാരണമായി. ഇത് കള്ളന്മാർക്ക് വൻ അവസരമാണ് തുറന്നു നൽകിയിരിക്കുന്നത്. മോഷ്ടിക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം പ്രിയദർശിനി ബസ്സുകളിൽ ലഭ്യമായതോടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോട് 2 റൂട്ടുകളിലെ 2 ബസ്സുകളിൽ നിന്ന് കഴിഞ്ഞ ദിവസം നടന്ന മോഷണത്തിൽ മാത്രം ഏതാണ്ട് 5 പവനാണ് നഷ്ടമായത്. കോഴിക്കോട് പാലക്കാട് റൂട്ടിലോടുന്ന ബസ്സിൽ നിന്നും 2 പവന്റെ മാലയും പെരിന്തൽമണ്ണയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോയ ബസ്സിൽ നിന്ന് 3 പവൻ വരുന്ന താലിമാലയുമാണ് നഷ്ടമായത്. ബസ്സിലെ തിരക്കിന്റെ മറവിലാണ് മോഷണം നടന്നിട്ടുള്ളത്. നിലവിലെ സ്വർണ്ണവില പരിഗണിക്കുമ്പോൾ ഏതാണ്ട് 5 ലക്ഷത്തോളം രൂപയാണ് മോഷ്ടാക്കളുടെ കയ്യിലേക്ക് എത്തിയിട്ടുള്ളത്. പരാതി ലഭിച്ചതിന് പിന്നാലെ പോലീസ് പരിശോധന നടത്തിയെങ്കിലും മാല കണ്ടെത്താനായില്ല. 2 സംഭവങ്ങളിലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയും കോഴിക്കോട് തിരുവമ്പാടി റൂട്ടിലോടുന്ന പ്രിയദർശിനി ബസ്സിൽ മോഷണം നടന്നിരുന്നു. അന്ന് അതിഥി തൊഴിലാളിയുടെ 15,000 രൂപയാണ് മോഷ്ടിക്കപ്പെട്ടത്. ബസ് കുന്ദമംഗലത്തെത്തിയപ്പോഴാണ് പണം നഷ്ടമായ വിവരം അതിഥി തൊഴിലാളി അറിയുന്നത്. ഉടൻ തന്നെ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ കണ്ടക്ടർ ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി. തുടർന്ന് ബസ് കുന്ദമംഗലം സ്റ്റേഷനിലെത്തിച്ച് യാത്രക്കാരെ മുഴുവൻ ഇറക്കി പരിശോധിച്ചെങ്കിലും പണം കണ്ടെത്താനായില്ല. പ്രിയദർശിനി ബസ്സുകളിലെ തിക്കിലും തിരക്കിലും പുരുഷന്മാർക്ക് സ്ത്രീകൾക്കിടയിൽ നിൽക്കുക അല്പം ബുദ്ധിമുട്ടാണ്. അതിനാൽ തന്നെ സ്ത്രീ യാത്രക്കാർ ഏറ്റവും അധികം ഭയക്കേണ്ടത് സ്ത്രീകളായ മോഷ്ടാക്കളെയാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. കേരളത്തിലെ ഒട്ടുമിക്ക സ്വകാര്യ ബസ്സുകളിലും ഇപ്പോൾ ക്യാമറയുണ്ട്. എന്നാൽ സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായ KSRTC ബസ്സുകളിൽ ക്യാമറ സംവിധാനങ്ങളില്ല. നിറയെ സ്ത്രീകൾ, തിരക്ക് എന്നിവയ്ക്ക് പുറമെ ക്യാമറകളില്ലാത്തത് മോഷ്ടാക്കൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാക്കുകയാണ്. ഒരു കാലത്ത് ബസ്സിൽ പോക്കറ്റടിയായിരുന്നു സൂക്ഷിക്കേണ്ടിയിരുന്നതെങ്കിൽ ഇപ്പോൾ പ്രിയദർശിനി ബസ്സുകളിൽ മാല മോഷണമാണ് ട്രെൻഡെന്ന് പലരും ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. കോഴിക്കോട് നിന്ന് മാത്രമല്ല സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പ്രിയദർശിനി ബസ്സുകളിൽ മോഷണം ഇപ്പോൾ പതിവാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.